വ്യത്യസ്ത മതസ്ഥർക്കിടയിലുള്ള ഭൂമി കൈമാറ്റത്തിന് മാർഗരേഖയുമായി അസം സർക്കാർ ഗോത്രവിഭാഗങ്ങളുടെ ഭൂമി നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നത് തടയൽ ലക്ഷ്യമിട്ടാണ് മാർഗരേഖ. ഭൂമി കൈമാറ്റത്തിലെ നിയമവിരുദ്ധമായും രാജ്യവിരുദ്ധതയും ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് അസം മുഖ്യമന്ത്രി പറയുന്നു. സജു തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സജു, ഈ മാർഗരേഖ ഗോത്രവിഭാഗങ്ങൾ മറ്റുള്ളവർക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്നത് തടയുന്നതാണോ, അതല്ല വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ ഭൂമി കൈമാറ്റം തടയുന്നതാണ്? അജംസ്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. അതൊക്കെയും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അസം സർക്കാർ ഇപ്പോൾ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി മുതൽ അസമിൽ വ്യത്യസ്ത മതസ്ഥർ തമ്മിലുള്ള ഭൂമി വിനിമയം നടത്തണമെങ്കിൽ സർക്കാരിന്റെ മാർഗങ്ങൾ പാലിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ആ പ്രദേശത്തിന്റെ സാമൂഹ്യ ഘടനയെ ബാധിക്കുമോ, അതല്ലെങ്കിൽ ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങൾ, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഭീഷണി ഉൾപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയും പരിശോധന ശേഷം ഒരു റിപ്പോർട്ട് നോഡൽ ഓഫീസർ ജില്ലാ കമ്മീഷണർക്ക് സമർപ്പിക്കും. ആ ജില്ലാ കമ്മീഷണർ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹമായിരിക്കും അനുമതി നൽകുക. അതായത് സജു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ഗോത്രവിഭാഗക്കാരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് മാത്രമാണോ ബാധകം, അതല്ല ഏത് ഭൂമി വാങ്ങാനും പ്രശ്നമാണോ? അജംസ്, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെയാണ് മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയത്. മുഖ്യമന്ത്രി പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോത്ര വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ മറവിലൂടെ ഇതര മതസ്ഥർ തമ്മിലുള്ള ഭൂമി കൈമാറ്റം അത് നിജപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെയൊക്കെയും പിന്തള്ളുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഭൂമി വിനിമയത്തിൽ സർക്കാരിന് എന്ത് അധികാരം, അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന രീതിയിൽ പോലും പല പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഈ അസമിലെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ഭൂമി വിനിമയം ചെയ്യുന്നുണ്ട്, അത് വലിയ തോതിൽ മറ്റ് വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നുണ്ട്. ഇത് തടയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ വാദം. പക്ഷേ ഇത് ഇതര മതസ്ഥർ തമ്മിലുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നിയമലംഘനമാണ് എന്നുള്ളത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്ന ഒരു ആക്ഷേപം. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുമെന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചില സംഘടനകൾ പറയുന്നത്. അജിൻ.